ആതിര ടീച്ചറും അമ്മായിമ്മയും മാത്രമാണ് വീട്ടിൽ. ഹസ്ബൻഡ് ഗൾഫിലാണേ. പക്ഷേ അമ്മായിമ്മയ്ക്കും മരുമകൾക്കും വിചിത്രമായ പല കാര്യങ്ങളുമാണ് സംഭവിക്കുന്നത്. എന്തായാലും അതൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് ആതിര. യഥാർത്ഥ പേരൊന്നുമല്ല. എനിക്ക് 27 വയസ്സുണ്ട്. ഞാനൊരു ടീച്ചറാണ്. പ്രൈവറ്റ് സെക്ടറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നാട്ടുകാർക്കെല്ലാം നന്നായി അറിയാം. എന്നെ കെട്ടിച്ചു വിട്ടതും അടുത്ത് തന്നെയാണ്, ഒരു 5 കിലോമീറ്റർ അകലെ. അതുകൊണ്ട് ഒത്തിരി പേർ പണ്ട് എൻ്റെ അടുത്ത് ട്യൂഷൻ വരും. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നീട് 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ആദ്യമായി ജോലി കിട്ടി. ഗൾഫിലും പോയി. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, സ്കൂളിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കുട്ടികളെങ്കിലും നീ പഠിപ്പിക്കൂ. ഞാൻ പറഞ്ഞമ്മേ, എനിക്ക് കൊച്ചു കുട്ടികളൊന്നും ഇനി പഠിപ്പിക്കാൻ വയ്യ. അമ്മ പറഞ്ഞു, അത് നിന്നോട് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഇവിടെ ഞാൻ നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ വരുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ അമ്മ എന്താ പറഞ്ഞത്, എടി 8ാം ക്ലാസ് മുതൽ മുകളിലോട്ട് ഡിഗ്രി വരെയുള്ള പിള്ളേരെ നിനക്ക് പഠിപ്പിച്ചാൽ പോരെ. ദേ അപ്പുറത്ത് തന്നെ 2 ചെക്കന്മാരുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷും അറിയില്ല, കെമിസ്ട്രി അറിയില്ല, ഒന്നും അറിയില്ല. നിനക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മേലെ. അവർ 2 പേരും എന്നോടൊന്ന് ചോദിച്ചതാണ്. ചെക്കന്മാരോ? അല്ല, അവരുടെ അമ്മമാർ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എൻ്റെ പൊന്നുമോളെ, ഇവിടെ മുതിർന്ന കുട്ടികൾക്കുള്ള ട്യൂഷൻ അങ്ങ് തുടങ്ങ്, നിനക്കൊരു വരുമാനമാകും, പിന്നെ ആളനൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതായിക്കോട്ടെ എന്ന്. പിന്നെ മുതിർന്ന ആൺപിള്ളേരല്ലേ, അപ്പോൾ എൻ്റെ ഭർത്താവിന് ഇഷ്ടമാകുമെന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതിനെന്താ, അമ്മ പറഞ്ഞ ഐഡിയ നല്ലതാണ്. നീ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കൂ, 10 പൈസ ഉണ്ടാക്കൂ, എന്നിട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം നീ അതിൽ നടത്തൂ. എനിക്കപ്പം അത്രയും സ്വസ്ഥതയാകുമല്ലോ എന്നും. അമ്പടെ കള്ള, അതിനു വേണ്ടിയിട്ടാണോ? അല്ലടി, നീ അത് കൂട്ടിവെച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിക്കൂ, നിനക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഭർത്താവ് എൻ്റെ തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണല്ലോ എന്നോർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും എക്സ്ട്രാ വരുമാനമായാൽ അത് നല്ലതല്ലേ. പക്ഷേ ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പില്ലേ മാഡം, വലിയ പ്രശ്നമായി. പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 5 പേര് വരുമെന്ന് വിചാരിച്ച സ്ഥലത്ത് 10, 15 പേര് പല ബാച്ചുകളായിട്ട് വരാൻ തുടങ്ങി. രാത്രി 8 മണി വരെ ഞാൻ ബിസിയാണ്. 8:30 വരെ പോകും ചില സമയത്ത്. പക്ഷേ അമ്മായിമ്മയ്ക്കൊരു പ്രശ്നമില്ല. അമ്മ വളരെ കംഫർട്ടബിളാണ്. ട്യൂഷൻ 5-6 മാസമായപ്പോൾ ഒരു ദിവസം പിള്ളേരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയും ഞാനും കൂടെ അത്താഴം കഴിച്ചിട്ടിരിക്കുകയാണേ. ആ സമയത്ത് അമ്മായിമ്മ പറയുക, എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചെക്കന്മാരൊക്കെ കയറി പെട്ടെന്ന് അങ്ങ് വലുതായതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു 5-6 ചെക്കന്മാർക്കെങ്കിലും ശരിക്കും നല്ല പുരുഷ ലക്ഷണമുണ്ട്, കെട്ടിക്കാൻ പ്രായമായ ചെക്കന്മാരെ പോലെ. ആഹാ, കെട്ടിക്കാൻ പ്രായമായതോ കെട്ടാൻ പ്രായമായതോ? എടി എന്താണെങ്കിലും ചെക്കന്മാർ അങ്ങ് മുതിർന്ന ചെക്കന്മാരല്ലേ. അതിനെന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലടി, നമ്മൾ 2 പെണ്ണുങ്ങൾ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. എനിക്ക് ചില സമയത്തൊക്കെ ചെക്കന്മാരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ അങ്ങ് പേടിയാ. അമ്മ എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഓ, ഞാൻ ഒരു പെണ്ണല്ലേ, എനിക്ക് പേടി വരില്ലേ? നീ എന്താ മുട്ടേന്ന് വിരിഞ്ഞുണ്ടായതാണോടി എന്ന് ചോദിച്ചു. അതല്ല അമ്മ എന്തിനാ പേടിക്കുന്നത്? അമ്മയ്ക്ക് പ്രായമായില്ലേ? ആ, അത് കൊള്ളാം, നീ അപ്പം എന്നെ വില കുറച്ച് കാണുകയാണ്. എടി, എനിക്ക് പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആളുകൾ എന്നെ നോക്കാറുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പല ചെക്കന്മാരും എന്നെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെക്കന്മാരാണോ അതോ കിളവന്മാരാണോ? ഒന്ന് പൊടി, നിനക്ക് സൗന്ദര്യമുള്ള എൻ്റെ കുശിപ്പ. പക്ഷെ ഞാനും ഒട്ടും പിന്നിലല്ലടി. ആയ കാലത്ത് എന്നെ ഒന്ന് കാണുമായിരുന്നു. മുട്ടോളം എത്തുന്ന മുടി, എൻ്റെ വെളുപ്പും ചുവപ്പും ഒക്കെ കണ്ടിട്ട് എത്ര പേരാ പുറകെ നടന്നത്. എന്നിട്ട് അമ്മയുടെ ഹസ്ബൻഡ് കറുത്തൊരാളാണല്ലോ, ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇതാടി നിൻ്റെ നാക്കിൻ്റെ കുഴപ്പം. നിനക്കറിയാമോ, എൻ്റെ ഹസ്ബൻഡ് ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യവും ഗസറ്റഡ് ഓഫീസറും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെയല്ല, അത് വീട്ടുകാർ പറഞ്ഞപ്പം ഞാനങ്ങ് അനുസരിച്ചതാണ്. അന്നത്തെ കാലത്ത് എൻ്റെ പുറകെ നടന്നവരെയൊക്കെ ഞാൻ കെട്ടാൻ പോയായിരുന്നെങ്കിൽ എന്തായേനെ എൻ്റെ സ്ഥിതി ഇപ്പോൾ? അങ്ങനെയായിരുന്നെങ്കിൽ അമ്മ ആശുപത്രിയിലായനെ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. നിനക്ക് ചിരി, ഞാൻ ഉള്ളതാ പറഞ്ഞതും. ഇപ്പോഴും എനിക്ക് ചില ശല്യങ്ങളുണ്ട്. നീ മരുമോളായതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയാത്തത്. അമ്മ ആരെയാ ശല്യപ്പെടുത്തുന്നത്? ഒന്ന് പോടി, ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല. എന്നെ ശല്യപ്പെടുത്തുന്ന കാര്യം പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്, അമ്മേ ആരാ ശല്യപ്പെടുത്തുന്നതെന്ന്. എടി, നിനക്കറിയാമോ, നമ്മുടെ ടൗണിലുള്ള ആ ചെക്കൻ. ഏത് ചെക്കൻ? എടി, സണ്ണിയുടെ ആ മിനി സൂപ്പർ മാർക്കറ്റിൽ അവിടെ ക്യാഷ് വാങ്ങാതിരിക്കുന്ന പയ്യനില്ലേ? നല്ല വെളുത്തൊരു പയ്യൻ. അവനമ്മയോട് എന്ത് പറഞ്ഞു? അവനും പറയുകയാണ്, ആൻറ്റി തീരെ ചെറുപ്പമാണ്, ആൻറ്റി കാണാൻ സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞു. അവന് കണ്ണെന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കും. അവനൊരു കണ്ണാടി വെച്ചിട്ടില്ലേ അമ്മേ? അയ്യോടി, അവൻ കണ്ണാടി ഒന്നും വെച്ചിട്ടില്ല. അവന് നല്ല കാഴ്ചശക്തിയുണ്ട്. ആ കാഴ്ച കൊണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പോയിട്ട് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മേ. അതാ
വ്യത്യാസം. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ സുന്ദരിയാണെന്ന് ഭാവിച്ച് നടക്കുന്നേ ഉള്ളൂ. എല്ലാം നീ മുഖത്തിടുന്ന പുട്ടിയുടെ ഗുണമാണ്. നീ സുന്ദരിയല്ല യഥാർത്ഥത്തിൽ. എൻ്റെ മോൻ നിന്നെ ആദ്യം കാണാൻ വന്നപ്പം അവൻ എന്നോട് വന്ന് പറഞ്ഞതെന്നറിയാമോ? ഭയങ്കര സുന്ദരിയാണെന്ന്. അന്നേ നീ 1 ഇഞ്ച് കഴുത്തിൽ പുട്ടിയിട്ട് എൻ്റെ മോനെ പറ്റിച്ചു. അയ്യോ, പുട്ടിയിടാതെ വരുന്ന അമ്മയുടെ മോൻ്റെ ചന്തം ഒന്ന് കണ്ടാലും മതി. എന്നെ ഇതിനു മുമ്പ് കാണാൻ വന്ന എല്ലാ ചെക്കന്മാരും നല്ല സൂപ്പർ ചെക്കന്മാരായിരുന്നു. ജിമ്മിൽ പോയിട്ടുള്ളവരായിരുന്നു കൂടുതലും. ഓ, ജിമ്മിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പമ്മി പോകും. അതൊന്നും വലിയ കാര്യമില്ല. എൻ്റെ മോൻ അവരെക്കാളെല്ലാം സുന്ദരനാണ്. അതിനമ്മ കണ്ടിട്ടുണ്ടോ എന്നെ കാണാൻ വന്ന ചെക്കന്മാരെയൊക്കെ? എന്നാലും പിന്നെന്തിനാടി നീ എൻ്റെ മോനെ കല്യാണം കഴിച്ചത്? അത് വീട്ടുകാരെ പറഞ്ഞുകൊണ്ട് ഞാനും കല്യാണം കഴിച്ചതാ. ഇത്രയും സുന്ദരിയായ അമ്മയ്ക്ക് അബദ്ധം പറ്റിയില്ലയോ? അപ്പം എനിക്ക് അബദ്ധം പറ്റിയതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ നാവിൻ്റെ മുന ഒടിഞ്ഞു. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറയുന്ന വിഷയം പൂർത്തീകരിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. അമ്മ വിഷയം അങ്ങ് പറ. നല്ല പുരുഷ ലക്ഷണമൊത്ത ആമ്പിളർ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ കുഴപ്പം? അവർ എന്നോട് അടുത്ത് പെരുമാറുന്നതിൽ അമ്മയ്ക്ക് അസൂയാണോ അതോ വേറെന്തെങ്കിലും ആണോ? പൊടി, എനിക്ക് അസൂയൊന്നുമില്ല. നിന്നേക്കാൾ കമ്പനിയാണ് ആ പിള്ളേർ. അപ്പോൾ പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയ്ക്ക് ഇതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മയ്ക്ക് എന്തോ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പോരട്ടെ പോരട്ടെ, പുറത്തേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എടി അതല്ല, നീ എൻ്റെ മോനോട് പറയരുത്. എന്ത് പറയരുതെന്നാ? എടി, അവൻ വിളിക്കുമ്പോഴേക്കും മതിലെ പൂച്ച വന്നിരിക്കുന്ന കാര്യം വരെ നീ പറയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവനോട് നീ കിന്നരിച്ച് പറയാൻ സാധ്യതയുണ്ട്. ഭർത്താവിനെ ഇങ്ങ് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള രഹസ്യങ്ങളെല്ലാം അന്നത്തെ വിളിച്ചു പറയുകയാണല്ലോ പെണ്ണുങ്ങളുടെ മെയിൻ പണി. അമ്മ എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെയായിരുന്നു. എങ്കിൽ ഞാനും അങ്ങനെയാണ്. എന്നാൽ നിന്നോട് ഞാൻ പറയുന്നില്ലടി. അമ്മ പറ. ഞാൻ പറയില്ല, വെറുതെ പറഞ്ഞതല്ലേ, തമാശയ്ക്ക്. എന്താ രഹസ്യം എന്നോട് പറയൂ. എടി, കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ജഗ്ഗിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അഭി ഇറങ്ങി വന്നില്ലേ? എന്നിട്ട് അവൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ വന്നത്? അതെ, ഞാൻ ചോദിച്ചു പോകാൻ പറഞ്ഞു. അമ്മ വെള്ളം ചൂടാക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തണുപ്പിച്ച് അതിനുള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാണെന്നും. പക്ഷേ മോളെ, ഇവിടെ വന്നപ്പോഴില്ലേ, ഞാനാണെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്ന് വെള്ളം എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതേ അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് ചൂടാണ്, നീ സൂക്ഷിച്ച് ഒഴിക്കണമെന്ന് പറഞ്ഞു. അവൻ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ മാവ് നന്നായി കുഴക്കിയല്ലേ. അവനെ ഏറുകണിട്ട് നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ നോട്ടം വേറെ എങ്ങോട്ടേക്കുമായിരുന്നു. ഒന്ന് പോവാമേ, അബിക്ക് അങ്ങനൊന്നുമില്ല. എടാ മോനെ, വെള്ളം ഒഴിക്കുമ്പം ജഗ്ഗിലേക്കാണ് നോക്കേണ്ടത്, അല്ലാതെ എന്നെയല്ലേ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിക്കുകയാണ്, ആൻറ്റി പണ്ട് നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഭരതനാട്യം? ഞാൻ പറഞ്ഞു കൊച്ചിലെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്കിപ്പോഴും നല്ല ഷേപ്പാണെന്ന്. ഞാൻ ചോദിച്ചു, നീ വെള്ളം എടുക്കാൻ വന്നാണോ അതോ എൻ്റെ ഷേപ്പ് നോക്കാൻ വന്നാണോ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, രണ്ടിനും കൂടി വന്നതാണെന്ന്. നിനക്കിപ്പം ശരിക്കും എന്താ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനില്ലേ മോളെ, കൈകൾ താഴേക്ക് താഴ്ത്തിയിട്ട് വട്ടം വരയ്ക്കുന്ന പോലെ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടി എന്നെ ഒരു സിഗ്നൽ കാണിക്കുകയാണ്. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. പക്ഷേ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്നാണ് പറഞ്ഞത്. കൈകൾ കൊണ്ട് സെൻറ്റർ സെക്ഷനിലുള്ള അവൻ്റെ തിരിമുകൾ എനിക്കുള്ള ഒരു സിഗ്നലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ഞാൻ വല്ലാതായിപ്പോയി മോളെ. ഞാൻ ചോദിച്ചു, നീ എന്താ കാണിക്കുന്നതെന്ന്. അതിന് ഞാനൊന്ന് കാണിക്കുന്നില്ലോ ആൻറ്റി, മനുഷ്യന് ചൊറിയാൻ പോലും സമ്മതിക്കില്ലേ ഇവിടെ, സാന്ദ്രമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഹാവു, എനിക്ക് സന്തോഷമായി, ആൻറ്റിക്ക് സിഗ്നൽ പിടികിട്ടിയല്ലോ, അത് തന്നെയാണ് കാര്യം. എന്തായാലും ആൻറ്റി മിടുക്കിയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, ഇപ്പോഴത്തെ കാര്യങ്ങളും ആൻറ്റി അപ് ടു ഡേറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോയേ എൻ്റെ കൈവാക്കിന് നിൽക്കാതെ, ചപ്പാത്തി പരത്തുന്ന കോല് അടുത്തിരിപ്പുണ്ടെന്ന്. അപ്പോൾ അവനോട് പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, വേറെ ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോഴേക്കുമില്ലേ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് മോളെ. എന്നിട്ട് പെട്ടെന്ന് എനിക്ക് നെറുകയിൽ ഒരു മുത്തം തന്നിട്ട് അങ്ങ് പോവുകയായിരുന്നു വെള്ളം എടുത്തുകൊണ്ട്. ഞാൻ സ്തബ്ധയായിട്ട് നിന്നുപോയി. അത് കഴിഞ്ഞ് എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത വെപ്രാളം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെക്കൂടി ഞാനങ്ങ് പതർച്ചയിലാണ്. മോളെ, ചെക്കനാണെങ്കിൽ യാതൊരു കൂസലുമില്ലടി. ഞാൻ ആരോടെങ്കിലും പറയുമോ? അങ്ങനൊന്നും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് യാതൊരു പേടിയുമില്ല. അവൻ ദേ കൂളായിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. ഇനിയിപ്പം ഞാൻ നിന്നോട് പറയുമ്പോൾ എന്നോടുള്ള അസൂയുണ്ട് നീ പറയും ഞാൻ ഉണ്ടാക്കിയ ഒരു ഇമാജിനറി കഥയാണ്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അബി പാവമാണെന്ന് നീ പറയും. അയ്യോ അമ്മേ, സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ കഥ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവനൊരു പാവം പയ്യനല്ലേ, അവൻ ശരിക്കും വളർന്നു വരുന്നല്ലേ ഉള്ളൂ. ഡിഗ്രി ഫസ്റ്റ്
ഇയർ പഠിക്കുന്ന ചെക്കൻ വളർന്നു വരുന്നേ ഉള്ളൂ, ഇനി എന്നാടി വളരുന്നതും, നീ കണ്ടോ വളരുന്നതും തളരുന്നതും ഒക്കെ എന്ന് ചോദിച്ചു. അമ്മയ്ക്കിപ്പോൾ എന്താ, അവൻ അങ്ങനെ ചെയ്ത കാര്യത്തിൽ അന്നേരം തന്നെയല്ലേ പ്രതികരിക്കേണ്ടത്, അല്ലാതെ 10 ദിവസം കഴിഞ്ഞിട്ടാണോ കഥകൾ ഇറക്കേണ്ടത്? അവൻ ചൊറിഞ്ഞപ്പോൾ ചപ്പാത്തിക്കോലിനിട്ട് 2 അവന് കൊടുക്കാൻ വയ്യായിരുന്നു എന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് വിറഞ്ഞു വന്നതാ മോളെ, 2 കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ കൊച്ചു പയ്യനല്ലേ എന്നോർത്ത് ഞാനങ്ങ് അനങ്ങാതിരുന്നതാണ്. അമ്മയുടെ കഥയുടെ ശുഷ്കാന്തി കേട്ടിട്ട് അമ്മ അങ്ങനെ അങ്ങ് അനങ്ങാതിരിക്കുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നില്ലല്ലോ. അമ്മയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാനായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ വെച്ച് പ്രതികരിച്ചേനെ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ 2 സംശയങ്ങളുണ്ട്, സംശയങ്ങൾ തീർത്തിട്ട് പ്രതികരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സംശയം? എനിക്ക് നിന്നെയാണ് സംശയം. അത് കൊള്ളാം, ഇപ്പം ആദ്യ പ്രതിയായോ? അമ്മ ചപ്പാത്തി കുഴച്ചതിന് ഞാനെന്ത് പിഴച്ചു എന്ന് ചോദിച്ചപ്പോഴേക്കും, അതല്ലടി, നീ ചെക്കന്മാരെ ആളിച്ച് വഷളാക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആക്ച്വലി വയസ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ആ ചെക്കന്മാരും നീ തമ്മിൽ ഒത്തിരി വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, പിന്നെ ടീച്ചറെന്നൊക്കെ അങ്ങ് വിളിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നീ കൊടുത്ത പ്രോത്സാഹനമാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന്. ഞാനെന്താ പഠിപ്പിക്കുന്നതിനെ കൊടുത്തി പറഞ്ഞോ? മുതിർന്ന കുട്ടികളെ, നിങ്ങളൊരു കാര്യം കേൾക്കൂ. അടുക്കളയിൽ എൻ്റെ അമ്മായിയമ്മ, അതും സുന്ദരിയാണെന്ന് ഭാവിക്കുന്ന, പണ്ട് കാലത്ത് സുന്ദരിയായിരുന്ന എൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരൂടെ കഴിയുമ്പോൾ അമ്മായിയമ്മ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് വട്ടത്തിൽ ചപ്പാത്തി പരത്തിയെടുത്ത് ചുടും. ക്ലാസ്സിൻ്റെ ഇടയ്ക്കും ക്ലാസ് കഴിഞ്ഞ് പോയി കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു അമ്മേ. എടി അതല്ല ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കേൾക്ക്. ഈ സന്ദർഭത്തിൽ എന്നെ കളിയാക്കാതെ നീ ഒരു പരിഹാരം പറഞ്ഞതാ. ആ ചെക്കൻ എന്നോട് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ആ പിള്ളേരൊക്കെ നിന്നോടും എന്തെങ്കിലും സിഗ്നലൊക്കെ കാണിച്ചു കാണും, നീ അത് കണ്ടില്ല എന്നടിച്ചു കാണും, പ്രോത്സാഹനം പോലെ. പിന്നെ അത് മാത്രമല്ലല്ലോ, പിള്ളേർക്ക് നിന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്തുമാകാമല്ലോ. നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. ആഹാ, അപ്പം അമ്മ ഒരു തോന്നിയാസം കാണിച്ചിട്ട് എൻ്റെ മേൽ പഴി പറയുകയാണ്. ഇനിയിപ്പോൾ ആ ചെക്കൻ അമ്മയുടെ അടുത്ത് 2 മണിക്കൂർ ചെലവഴിച്ചെന്ന് വെച്ചോ. അപ്പം ചെക്കൻ പോയി കഴിയുമ്പോഴേക്കും എല്ലാം അമ്മയ്ക്ക് ഓക്കെയാണ്. എന്നിട്ട് അമ്മ പറയും, ഓ എല്ലാം എൻ്റെ മരുമകൾക്കുണ്ടായത് കൊണ്ടാണ് എനിക്കും ഉണ്ടായത്, മരുമകളാണ് ആദ്യം ചെയ്തത്, അതുകൊണ്ട് ഞാനും അങ്ങ് അനുകരിച്ചു എന്ന് പറയുമല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓരോന്ന് കാണിക്കും, അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അവസാനം എൻ്റെ മേൽ പഴിയാകും. അമ്മ തന്നെ വേണമെങ്കിൽ മോനോട് പറയും, എനിക്കറിയില്ല മോനെ, ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നു, എനിക്ക് പ്രായമല്ലേ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണടച്ച് പാല് കുടിക്കും. അവസാനം എനിക്കകം പ്രശ്നം. എൻ്റെ ജീവിതം തകർക്കാനാണോ അമ്മ നോക്കുന്നത്? ഓ, നിന്റെ ജീവിതം ഞാൻ തകർക്കാനാ? ഞാൻ എൻ്റെ മോനോട് ഇങ്ങനെയൊന്നും പറയില്ല. അവൻ കെട്ടിക്കൊണ്ട് വന്നത് ഏതോ ത്രിലോക സുന്ദരിയാണെന്ന് വെച്ചിട്ടല്ലേ അവൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അവൻ വല്ലതും വിശ്വസിക്കുമോ? നീ പറഞ്ഞതേ അവൻ കേൾക്കൂ. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നീ അവനെ ഒടിച്ചു മടക്കി കൈക്കുള്ളിലാക്കിയില്ലേ. എൻ്റെ മോൻ്റെ കാര്യം നീ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് കളത്തിനും പറഞ്ഞാലും ഉള്ളത് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. ആ, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, അമ്മ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഞാൻ ആ പിള്ളേരോട് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ, പിന്നെ ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ നല്ല മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പിള്ളേരാരും ഇതുവരെ എന്നോട് ഒരു നോക്ക് പോലും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ആൻറ്റിമാർക്കാണ് ഡിമാൻഡ്. അമ്മ കഥകളിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ആൻറ്റിമാർ മുതൽ അമ്മൂമ്മമാർ വരെ, പിന്നെ മുത്തശ്ശിമാർ, എല്ലാവർക്കും ഡിമാൻഡാണ്. എടി, നീ എന്നെ കളിയാക്കുകയാണോ? ആ, ഞാൻ കളിയാക്കൊന്നുമല്ല. ഇനിയെങ്ങാനും മോൻ വരുമ്പോഴില്ലേ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലേ അമ്മയും ഉടനെ അമ്മൂമ്മയാകും, അതോർത്തോണം. എടി അവിടെ നിർത്ത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ആ ചെക്കന്മാരും പ്രത്യേകിച്ച് ഇവൻ നിന്നോടും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സിഗ്നൽ കാണിച്ചു കാണും. നീ അതിന് എതിരെ ഒന്നും പറഞ്ഞു കാണില്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നെന്നാണ് വിചാരിച്ചത്. പിന്നെ അവൻ എന്നോട് സിഗ്നൽ കാണിക്കാതിരിക്കണം. ഞാൻ സ്ട്രിക്റ്റാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ലേ. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ അമ്മയ്ക്ക് മനസ്സിലായത്? ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചു. എന്ത് മത്സരം? എടി, നീയാണോ ഞാനാണോ സുന്ദരി എന്നുള്ളതിൽ എനിക്ക് നിസ്സംശയം ഇപ്പം പറയാം, ഞാൻ തന്നെയാണ് സുന്ദരി. ആ, അമ്മ ആ സുന്ദരി പട്ടം എടുത്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എടി, ഇനി ആ ചെക്കൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണം? അമ്മയുടെ ഇത്രയും കഥകൾ ഞാൻ കേട്ടല്ലോ. ഇനി അമ്മേനോട് സത്യസന്ധമായ മറുപടികൾ പറയണം. ഇനി വഴക്കുണ്ടാക്കിയോ തമാശ പറയുകയോ ചെയ്യരുത്. ആ ശരി, ഞാൻ പറയാടി. ശരിക്കും അമ്മയ്ക്ക് എന്താ ആഗ്രഹം? ആ ചെക്കൻ ഇനി മുന്നോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ സഹകരണ മനോഭാവമാണോ നിസ്സഹകരണ മനോഭാവമാണോ, അതോ മറ്റുള്ളവരോട് പറഞ്ഞ് ചെക്കനെ കൊണ്ട് അത് നിർത്തിക്കുകയാണോ? എന്താ അമ്മയുടെ ഉദ്ദേശം? അയ്യോ, മറ്റുള്ളവരോട് ഞാൻ പറയില്ല, വളർന്നു വരുന്ന ചെക്കനല്ലേ, അവന് പേരുദോഷം ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അമ്മ അവനോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് ഇനി അത് നിർത്തിക്കും, അങ്ങനെയല്ലേ?
ആ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വേറെ ഓപ്ഷൻ ഉണ്ടോ മോളെ? എന്ത് ഓപ്ഷൻ? അല്ലടി, ഇങ്ങനൊരു കാര്യം ചെക്കന് ഇഷ്ടമുണ്ട്. അവന് പ്രായപൂർത്തിയൊക്കെ ആയതാണല്ലോ. അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ആർക്ക്? അല്ല, എനിക്ക് തന്നെ ഞാൻ പറയുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കില്ലേ എൻ്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം. അന്നേരം ഞാനൊന്ന് പതറിയെങ്കിലും പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എന്നെ മോഹിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഒരു പരവേശം. എനിക്കെന്തോ ഒരിഷ്ടം പോലെ. ചുരുക്കം പറഞ്ഞാൽ അമ്മ ചുറ്റി വളഞ്ഞ് ചെവി പിടിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് താല്പര്യമുണ്ട്. അതമ്മ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ അന്ന് കണ്ണടയ്ക്കണം. എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ ചോദിച്ചത്. അമ്മയ്ക്ക് ഈ കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ട്. അവിടെ നടന്ന സംഭവം ഒരു തെറ്റാണെന്ന് പറഞ്ഞ് എന്നോട് അവതരിപ്പിച്ചു. പക്ഷേ അമ്മ ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇതല്ലേ സത്യം? ഒന്ന് പോടി. സത്യം പറയാമേ, തുറന്നു പറയാമെങ്കിൽ ഇവിടെ പല രീതിയിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കും. എൻ്റെ സഹകരണം വേണമെന്നുണ്ടെങ്കിൽ അമ്മ യഥാർത്ഥത്തിൽ മനസ്സിലുള്ളത് പറയണം. അല്ലാതെ എന്നെ ഒരു ശത്രുവിനെ പോലെ കരുതി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് ചിന്നു കഴിഞ്ഞാലേ കാര്യങ്ങൾ റെഡിയാകൂ. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് അമ്മ പറയും എന്നെക്കുറിച്ചുള്ള കുറ്റം. ഞാനിവിടെ നടന്നൊക്കെ എൻ്റെ ഭർത്താവിനോട് പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി തെറ്റിപ്പിരിയും. അതാണ് നടക്കാൻ പോകുന്നത്. എടി, അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഒന്നിച്ചങ്ങ് പോയിക്കൂടെ? അമ്മേ, അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ കൂട്ടുപിടിക്കുന്നു. ഞാൻ വേണമെങ്കിൽ കണ്ണടയ്ക്കാം. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അതിൽ എൻ്റെ 100% എല്ലാവിധത്തിലുമുള്ള സഹകരണ മനോഭാവം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് അറിഞ്ഞാൽ മതി മോളെ. ഈ പ്രായത്തിൽ ഒരു പരീക്ഷണത്തിന് എനിക്ക് താല്പര്യമുണ്ട്. അതുമാത്രമല്ല, അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? രാത്രി ഇത്തിരി വൈകി വന്നു കഴിഞ്ഞാൽ ടീച്ചർ അറിയാൻ സാധ്യതയുണ്ടോയെന്ന്. ആഹാ, അതെപ്പോൾ? അവൻ അമ്മയോട് ചോദിച്ചു. ഇതൊക്കെ എപ്പോഴാണ് നടന്നതും? അത് പിന്നെ അവൻ എന്നോട് വാട്സാപ്പിൽ കൂടെ ചോദിച്ചത്. അമ്മയല്ലേ പറഞ്ഞത് അന്ന് കഴിഞ്ഞ് പിന്നെ ഒന്നും നടന്നിട്ടില്ലെന്ന്. അത് പിന്നെ അവൻ അന്നേരം തന്നെ വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു. അമ്മ ഇങ്ങോട്ടൊന്ന് കാണിച്ച് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. മടിച്ച് അമ്മായിമ്മ എനിക്ക് തന്നു. അവിടെ ഇവിടെയായിട്ട് നല്ല ചാറ്റിംഗ് ഉണ്ട്. ചെക്കനാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇങ്ങനെയൊക്കെയുള്ള മൂളലുകൾ മാത്രമേ ഉള്ളൂ ചാറ്റിൽ. പക്ഷേ എനിക്ക് മനസ്സിലായി, കല്യാണ സദ്യക്ക് കുല പഴുക്കാൻ വെച്ചാൽ പോലും ഇത്രയും കാണില്ല. ഇഷ്ടംപോലെ ഫോട്ടോസ്. ഞാൻ ചോദിച്ചു, അമ്മ ഈ ഫോട്ടോസൊക്കെ വന്നപ്പം അമ്മയൊന്നും പറഞ്ഞില്ലേ? അത് ഞാനൊന്നും പറഞ്ഞില്ല. അതെന്താ പറയാതിരുന്നത്? മോളെ, ഇതൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഇല്ലേ ഞാനങ്ങ് സ്തബ്ധയായിപ്പോയി. ആ കൊള്ളാം. ഒന്നും കാണാതെയും കേൾക്കാതെയും ഇത്രയും വയസ്സ് വരെ ജീവിച്ച ഒരമ്മ. അമ്മ എന്തിനാ വെറുതെ ഡ്രാമ? അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എന്തായാലും അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരിൽ നിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കണം. ചെക്കന്മാർ പോയി വല്ലവരോട് പറഞ്ഞു കഴിഞ്ഞാലേ അവസാനം ഇവിടെ ട്യൂഷനിൽ നടക്കുന്നത് വേറെ വല്ലതുമാണെന്ന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. അവസാനം അമ്മയ്ക്ക് എനിക്ക് നാണക്കേടാകും. മോൻ്റെ സ്വഭാവം അറിയാമല്ലോ, എന്നോട് നല്ല പൊസസീവ്നെസ് ആണ്. അവസാനം നമുക്ക് രണ്ടുപേർക്കും കുറ്റം വരും. ഓർത്തോണെന്ന് പറഞ്ഞു. മോളേടി, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അമ്മയ്ക്ക് ഇതൊക്കെ വേണമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പ്ലീസ് എന്നെ ഈ പ്രായത്തിലെങ്കിലും ഒന്ന് അനുവദിക്കുമെന്ന് പറഞ്ഞു. ശരി അമ്മ, എല്ലാ കാര്യങ്ങളും വിദഗ്ധമായി മാനേജ് ചെയ്യുമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതില്ലെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അമ്മ സമ്മതിച്ചു. അങ്ങനെ പിന്നീട് 2 ആഴ്ചത്തേക്ക് ഞാൻ അമ്മയോടൊന്നും ചോദിച്ചില്ല. ചെക്കൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ, ട്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ അവനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ ഇവൻ്റെയൊക്കെ കാര്യങ്ങൾ. എന്തായാലും എൻ്റെ ഭർത്താവിനെ തൽക്കാലം വഞ്ചിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴേക്കും ഭർത്താവ് മരിച്ചു പോയിട്ട് എത്രയോ കാലമായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുന്നത് എന്ന് ഞാനും ഓർത്തുപോയി മാഡം. അമ്മയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 4 വട്ടം വന്നായിരുന്നു മോളെ എന്ന് പറഞ്ഞു. 4 വട്ടമോ? ദേ നോക്കിക്കേ, അവൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എന്ത് തോന്നിയ പറഞ്ഞത്? വീഡിയോ ഒന്നും അങ്ങനെ എടുക്കരുത്. മുഖമൊക്കെ കാണിക്കുന്ന വീഡിയോ വെച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് നാണക്കേടാകുമെന്ന്. ഇത് മുഖമുള്ള വീഡിയോ ഒന്നുമല്ല, പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ്. നീ നോക്ക്. അവനോട് ഞാൻ കൂടിയാണ് പറഞ്ഞത് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ നിന്നെ കാണിക്കാൻ വേണ്ട. അല്ലെങ്കിൽ അവനവൻ്റെ കൂട്ടുകാരെ കാണിച്ചോട്ടെ, എൻ്റെ പേര് പറയാതിരുന്നാൽ പോരെ. അമ്മയ്ക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ പ്രശ്നമാകുമേ എന്ന് പറഞ്ഞു. ഇനി വീഡിയോ ഒന്നും എടുക്കരുത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു താരതമ്യ പ്രശ്നം. അത് താനല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി. ഹസ്ബൻഡ് ഓക്കെ, സുന്ദരൻ, എന്തൊക്കെ പറഞ്ഞാലും
അബിയുടെ അത്രയും വരികയില്ല. എന്തുകൊണ്ടും അത് എനിക്ക് വീഡിയോയിൽ കൂടി മനസ്സിലായി. അമ്മായിമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ സംഭാഷണങ്ങളും ചിരികളും ഒക്കെ ഞാൻ ഒരു വട്ടമേ കേട്ടുള്ളൂവെങ്കിലും എൻ്റെ മനസ്സ് നന്നായി അസ്വസ്ഥമായി. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ആ വീഡിയോ ഒന്ന് അയച്ചു തരാമോന്നും. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, നീ പറഞ്ഞപ്പോഴേ നിർത്തി, ഞാൻ അത് ഡിലീറ്റ് ചെയ്തെന്നും. ഞാൻ പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും കാണുമോ എന്ന് നോക്കാൻ. ഇല്ല, ഡിലീറ്റ് ചെയ്തെന്നും. ഇങ്ങോട്ട് വാ, ആ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും താഴെ ത്രാഷിൽ 30 ദിവസം കിടക്കും. ആ അങ്ങനെയുണ്ടോ? ആ ഉണ്ട്, ഇങ്ങോട്ട് തന്നെന്ന് പറഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് ഞാനൊന്ന് കണ്ടു വിശദമായിട്ട്. എനിക്ക് അപ്പം തൊട്ട് എൻ്റെ മനസ്സ് മാറി. അസൂയയാണ്. എന്നും മുന്നിൽ കാണുന്ന വിഗ്രഹത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയാത്ത ആരാധികയെ പോലെയായി ഞാൻ. പിറ്റേ ദിവസം അമ്മായിമ്മ പറയുകയാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വഴുതനങ്ങ കാണുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതിനിവിടെ വഴുതനങ്ങ വാങ്ങിച്ചില്ലല്ലോ, നമ്മുടെ തൊടിയിൽ പോലും ഒരു വഴുതനങ്ങ ഇല്ലല്ലോ എന്ന്. അപ്പം അമ്മ എന്നെ കളിയാക്കി ചിരിച്ചു. അമ്മ എന്തിനാ ചിരിക്കുന്നത്? എടീ, മുട്ടനാട് എന്തിനാ തുള്ളുന്നതെന്നും വാവടുക്കുമ്പോൾ പശു എന്തിനാ ഇളകുന്നതെന്നും ആർക്കും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലായി. പോ അമ്മയെ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മേടിച്ചതാണ്. ആ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലായിടി. എല്ലാ സിറ്റിയും നിനക്ക് അങ്ങ് കൂടിയിരിക്കുകയാണെന്നും. ആ എന്തായാലും ചെക്കനോട് ഞാനൊന്ന് പറയട്ടെ, സഹകരണ പ്രസ്ഥാനമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ വയ്യാന്ന്. വഞ്ചിക്കായിടി, ഇതന്നെ വലിയൊരു വഞ്ചനയാണ്. നീ നല്ലൊരു ടീച്ചറോ നല്ലൊരു സ്ത്രീയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഇങ്ങനെയുള്ളൊരു വീഡിയോ വാങ്ങിച്ച് കാണുമായിരുന്നു. ആഹാ, അപ്പം എൻ്റെ കുറ്റമായോ? എല്ലാ അവസാനം എൻ്റെ കുറ്റമാകുമെന്നറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എൻ്റെ അടുത്ത് വന്നു. മോളെ, നമ്മൾ തമ്മിൽ ഇങ്ങനെ തമാശയ്ക്ക് വഴക്കുണ്ടാക്കുമെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആശ്വാസം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ചപ്പാത്തിക്കോലെടുത്ത് അമ്മായിമ്മ എന്നെ കാണിച്ചു. ഞാനും പൊട്ടിച്ചിരിച്ചു. അമ്മായിമ്മ തന്നെയാണ് പയ്യനോട് വിശദവിവരങ്ങളെല്ലാം പറഞ്ഞത്. പിന്നെ ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് ചോരത്തിളപ്പമുണ്ടാകുമല്ലോ, അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ടീച്ചറിനെ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും വിചാരിച്ചില്ല, പക്ഷേ ചിത്രങ്ങളും പ്രക്ഷേപണങ്ങളും കണ്ടപ്പോൾ അങ്ങ് മാറിപ്പോയതാണ്. നിനക്കല്ലെങ്കിലും എന്നെ ഇഷ്ടമില്ലല്ലോ, സീനിയർ മോസ്റ്റിനെയാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയല്ല, ആ കാര്യം വളരെ സേഫാണ്. കാര്യം അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ഭർത്താവില്ല, സ്വതന്ത്രരാണ്. ടീച്ചറിനോട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ടീച്ചർ ഹസ്ബൻഡും തമ്മിൽ നല്ല അടുപ്പാണെന്ന് എനിക്കറിയാം. ആ അങ്ങനെയാണ്. അങ്ങനെയുള്ളവരുടെ സ്വപ്നത്തെ പോലും വലച്ചു കളയുന്ന പിക്ചേഴ്സും വീഡിയോസും വല്ലോടാ മോനെ നീ അവിടെ അയക്കുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാന്? സഹകരണത്തിൻ്റെ നീർച്ചുഴിയിലേക്ക് എനിക്കും ഇറങ്ങാൻ തോന്നി. ഈ ഓഹരി എനിക്കും ഒരു ഭാഗവാക്കാക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചാടി ഇറങ്ങിയത്. കലക്കി കടുക് വറുത്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു. ദാമ്പത്യ ജീവിതത്തേക്കാൾ ഒത്തിരി രസകരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി ആളുകൾ ഏർപ്പെടുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ത്രില്ലും ആവേശവും ഒന്നും വിവാഹ ജീവിതത്തിൽ കിട്ടില്ല. ഇത് പ്രത്യേക മേഖലയാണ്. ഇത് ഏതൻ തോട്ടം പോലെയാണ്. നമ്മളുടേത് ഉണങ്ങി വരേണ്ട ഒരു ജീവിതവും അതിനിടയ്ക്ക് കിട്ടുന്ന വലിയ മരിപ്പച്ചകളാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ. എന്തായാലും അമ്മായിമ്മയും ഞാനും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് എണ്ണം 1 നിന്ന് 2, 3 ഒക്കെ ആകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ മാഡം എന്നെ കുറ്റപ്പെടുത്തരുത്. കാര്യം ഞാൻ മാഡത്തിന് വീഡിയോ ഒത്തിരി വട്ടം കേട്ടിട്ടുണ്ട്. ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമർഥ്യം ഞങ്ങൾ 2 പെണ്ണുങ്ങളും കൂടി ഉണ്ടാക്കിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നിലും പ്രശ്നമുണ്ടാക്കാതെ ഞാനിത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നമില്ലെന്ന് മാഡം കരുതുമെന്നും വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഈ കഥ വായിച്ചാൽ മതി, എന്നോട് ഉപദേശമൊന്നും പറയണ്ട, ഞാൻ ഇത് അസലായിട്ട് മാനേജ് ചെയ്തോളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വായിച്ചാൽ മതിയല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവായ വശങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഒരിക്കലും ഒരു അധ്യാപികയോ അല്ലെങ്കിൽ അമ്മായിമ്മയോ ആരും ആയിക്കോട്ടെ, അവരാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കരുത്. അതായത് നമ്മളൊരു കഥ പറയുമ്പോഴേക്കും അത് നെഗറ്റീവായ കഥയാണെങ്കിൽ അതിനെ പോസിറ്റീവായി എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി പോലെ കണ്ടിട്ട് അതിലെ തെറ്റുകൾ തിരിച്ചറിയുക, ശരിയും തിരിച്ചറിയുക, അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ വായിക്കുന്നത്.